അങ്ങനെ ആറ്റുനോറ്റിരുന്ന് കേരളത്തിന്റെ ധനപത്രം പുറത്തിറങ്ങിയപ്പോൾ സത്യത്തിൽ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി തലയിൽ കൈവച്ചിരുന്നു പോയി എന്നുള്ളതാണ് വാസ്തവം. കാരണം നിസാര കടമൊന്നുമല്ല. നമ്മൾ ഇതുവരെ 6 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും കണക്ക് വരുമ്പോൾ കുറച്ച് ശകലമൊന്ന് കുറവാണ്. 5.07 ലക്ഷം കോടിയാണ് പൊതുകടമായിട്ട് ഉള്ളത്. ഇതിൽ പ്രധാനമായിട്ടും കിഫ്ബി എന്ന് പറയുന്ന ഒരു അനങ്ങാപ്പാറ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ധനമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ ധനാചാര്യനായിരുന്ന ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹത്തിന്റെ സംഭാവനയാണ് കേരളത്തിന് കിഫ്ബി. ഈ കിഫ്ബി വഴിയാണ് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇമാതിരി ചതി എന്നോട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പൊ എങ്ങനെ ഞാൻ ഭരിക്കും എന്റെ മച്ചാനെ എന്ന് പിണറായിയോട് സത്യത്തിൽ ചോദിക്കും. കാരണം എന്തിനാണ് ഇതാണോ ഇത്ര സന്തോഷത്തോടു കൂടി നിങ്ങൾ പടിയിറങ്ങി അങ്ങ് പോകാനുള്ള കാരണം എന്ന് ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം കേരളത്തിന്റെ ഈ പറയുന്ന പൊതുകടം ഇത്രയായിരിക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട സോഴ്സുകൾ, അതായത് ഇതിന്റെ 21,000-ഓളം കോടി രൂപ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ തിരിച്ചടവും കടവും ഒക്കെ വരുന്നത്. ഈ തിരിച്ചടവും കടവും ഒരിക്കലും മാറ്റി വെക്കാൻ സാധിക്കാത്തതുമാണ്. അതുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശൻ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത്.